കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ വിശ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 55-ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക മിഷണറീസിനെ കുറിച്ചാണ്. മിഷണറിമാരെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ ആത്മീയ ദർശനങ്ങൾ. ഈ മേഖലയിലേക്ക് തിരിയുമ്പോൾ അവളെ ആരൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് മിഷണറിമാർ മധ്യസ്ഥനായ വിശ ഫ്രാൻസിസ് സേവ്യർ. മിഷണറി തീക്ഷ്ണതയുടെ ഒരു മാതൃക. സുവിശേഷം പ്രചരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തെയും തീക്ഷ്ണതയും കൊച്ചുത്രേസ്യ ഏറെ അഭിനന്ദിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ വചനത്തിലേക്ക് നോക്കുക. വിശ മത്തായി അറിയിച്ച സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഈ വാക്യം സുവിശേഷവൽക്കരിക്കാനുള്ള ആഹ്വാനത്തെ ഊന്നിപ്പറയുന്നതായിട്ട് കൊച്ചുത്രേസ്യ മനസ്സിലാക്കി. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇത് വിശ്വാസം പങ്കിടുവാനുള്ള ദൗത്യത്തെ ശക്തിപ്പെടുത്തുന്നതായിട്ട് കൊച്ചുത്രേസ്യ മനസ്സിലാക്കി. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ മിഷണറിമാരെക്കുറിച്ചുള്ള ദർശനങ്ങളെക്കുറിച്ച് കാണുമ്പോൾ അതിനെ 5 തലങ്ങളിൽ ചിത്രീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് യൂണിവേഴ്സൽ കോൾ ടു മിഷൻ. മിഷനിലേക്കുള്ള സാർവത്രികമായിട്ടൊരു വിളി, എല്ലാവർക്കും ആ വിളിയുണ്ടെന്ന് പറയുക. രണ്ടാമതായിട്ട് പ്രെയർ ആസ് മിഷൻ, പ്രാർത്ഥനയെ ഒരു മിഷനായിട്ട് കണക്കാക്കുന്നു. മൂന്നാമതായിട്ട് ലവ് ആസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ്, ഈ മിഷനിൽ സഹായിക്കുന്ന ശക്തികേന്ദ്രം എന്ന് പറയുന്നത് സ്നേഹമാണ്. നാലാമതായിട്ട് സോളിഡാരിറ്റി വിത്ത് സഫറിങ്, സഹനങ്ങളോടുള്ള നമ്മുടെ ഒരു ഐക്യദാർഢ്യം. അഞ്ചാമതായിട്ട് ജോയ് ഇൻ ഇവാഞ്ചലൈസേഷൻ, ഇവാഞ്ചലൈസേഷത്തിൽ സുവിശേഷവൽക്കരണത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന സന്തോഷം, ആനന്ദം. നമുക്ക് 5 തലങ്ങളിലേക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് യൂണിവേഴ്സൽ കോൾ ടു മിഷൻ. ഓരോ ക്രിസ്ത്യാനിയും അവരുടെ ജീവിതാവസ്ഥ പരിഗണിക്കാതെ ഒരു മിഷണറി ആകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാനൊരു മിഷണറി ആകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദൗത്യം നിറവേറ്റുന്നതുവരെ ഞാൻ വിശ്രമിക്കുകയില്ല. അവൾ സഹോദരിയോട് പറയുകയാണ്, എൻ്റെ വിളി എന്ന് പറയുന്ന ഒരു മിഷണറി ജീവിതമാണ്, അതിനുവേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് നിറവേറ്റുന്നത് വരെ ഞാൻ വിശ്രമിക്കുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറുചുറുക്കുള്ള ഒരു മിഷണറി ആയിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഞാൻ ഓടിപ്പാഞ്ഞ് നടക്കുമെന്നാണ് അവൾ പറയുക. അവളുടെ മറ്റൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: ലോകം മുഴുവൻ എൻ്റെ ദൗത്യ മേഖലയാണ്. അപ്പോൾ ഒരു മിഷണറിയായിട്ട് അവളെ തന്നെ സങ്കല്പിക്കുമ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ മിഷൻ വേൾഡ് എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനാണ്. പഞ്ചഭൂഖണ്ഡങ്ങളിലും പോയി മിഷൻ പ്രസംഗിക്കുവാനുള്ള, ഈശോയെ പ്രഘോഷിക്കുവാനുള്ള ആഗ്രഹത്തെയൊക്കെ നവമാലികൾ നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് പ്രെയർ ആസ് മിഷൻ. മിഷണറിമാരെ ദൗത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനാൽ പ്രാർത്ഥന ഒരു സുപ്രധാന പിന്തുണയാണെന്ന് കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നു. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: മിഷണറിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൂരെ എത്താനായിട്ട് കഴിയും. അപ്പോൾ അവളുടെ പ്രാർത്ഥന മിഷണറിമാർക്ക് ഒരു പ്രത്യേക പ്രാധാന്യം ആ പ്രാർത്ഥനയിൽ അവൾ നൽകിയിരുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ പ്രാർത്ഥനകൾക്ക് ഏറെ ദൂരെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും. അതായത് ഇത് വേണ്ടതായി ഏത് മിഷണറിമാരിലേക്കും എത്തിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: പ്രാർത്ഥനയിലൂടെ എനിക്ക് ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനും എൻ്റെ സഹോദരങ്ങളെ പിന്തുണയ്ക്കുവാനും കഴിയും. അവൾ പറയുകയാണ്, മിഷണറിമാർ ലോകത്തിൻ്റെ എല്ലാ കോണുകളും നടക്കുകയാണ്, എനിക്കവിടെ എത്തിപ്പറ്റാൻ സാധിക്കും. പക്ഷേ എൻ്റെ പ്രാർത്ഥനകളിലൂടെ എനിക്ക് അവിടെ എല്ലാം എത്താൻ പറ്റും. ഇവരൊക്കെ എനിക്ക് സഹായിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ലവ് ആസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ്. വലിയ സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ പോലും അഗാധമായ സ്വാധീനം ചെലുത്തുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ മിഷണറി പ്രവർത്തനത്തിൻ്റെ സത്യമായിട്ട് സ്നേഹത്തെ വീക്ഷിക്കുന്നു. അവളൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: മിഷനിൽ
കണക്കാക്കുന്നത് സ്നേഹമാണ്. അപ്പോൾ അവർ എത്രത്തോളം മിഷൻ കാര്യങ്ങളിൽ എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, എത്രത്തോളം സ്നേഹം നമ്മളവിടെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അതാണ് കൗണ്ട് ചെയ്യാനായിട്ട് പോവുക. അതുകൊണ്ട് മറ്റൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, നമുക്ക് നമ്മുടെ മിഷണറിമാരെ സ്നേഹിക്കാം, അവർ സഭയുടെ ഹൃദയമാണ്. അവൾ കുറിക്കുകയാണ്, നമ്മുടെ മിഷണറിമാരെ നമുക്ക് ഏറ്റെടുക്കുക, നമുക്ക് സ്നേഹിക്കാം, അവരാണ് നമ്മുടെ സഭയുടെ ഹൃദയം. കൊച്ചുരേസി അവർ കാണുന്ന രീതി ഒന്ന് നോക്കി. നാലാമത്തെ തലമെന്ന് പറയുക സോളിഡാരിറ്റി വിത്ത് സഫറിങ്. മിഷണറിമാരോടും അവർ അഭിമുഖീകരിച്ച വെല്ലുവിളികളോടും അവൾക്ക് അഗാധമായ അനുകമ്പ ഉണ്ടായിരുന്നു. പലപ്പോഴും അവരുടെ വിജയത്തിനായിട്ട് സ്വന്തം കഷ്ടപ്പാടുകൾ പുണ്യവതി സമർപ്പിച്ചിരുന്നു. അവളുടെ അന്തിമ വചസ്സുകളിൽ അവളിങ്ങനെ പറയുന്നു, മിഷണറിമാർക്കായി ഞാൻ എൻ്റെ കഷ്ടപ്പാടുകൾ, എൻ്റെ സഹനങ്ങൾ ഞാൻ സമർപ്പിക്കും. നോക്കിയേ, അവളുടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ അവൾ ഓർക്കുകയാണ് ഈ മിഷണറിമാർ, അവളത് പങ്കുവയ്ക്കുകയാണ്. അവൾ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, അവരുടെ പരീക്ഷണങ്ങൾ എൻ്റെ സ്വന്തമാണ്, എൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ അവരുടേതുമായിട്ട് ഒന്നിപ്പിക്കുന്നു. അപ്പോൾ മിഷണറിമാർ അനുഭവപ്പെടുന്ന ട്രയൽസ് അവൾ പറയണം, അത് എൻ്റെ കൂടെയാണ്, ചേർത്ത് പിടിക്കുക അവൾ, അത് എൻ്റെ കൂടെയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ സഹനങ്ങളൊക്കെ ഞാൻ അവരുടെ സഹനങ്ങളുമായിട്ട് ചേർത്ത് വയ്ക്കുകയാണ്, അതിലൂടെ ഞാൻ അവരെ സഹായിക്കുകയാണ്. അഞ്ചാമത്തെ തലം എന്ന് പറയുക ജോയ് ഇൻ ഇവാഞ്ചലൈസേഷൻ. എല്ലാ പ്രവർത്തനങ്ങളിലും ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന മിഷണറി പ്രവർത്തനത്തോടൊപ്പം സന്തോഷം ഉണ്ടായിരിക്കണമെന്ന് മിസ്റ്റർ കൊച്ചുരേസ്യ വിശ്വസിച്ചിരുന്നു. അവരുടെ എഴുത്തിലിങ്ങനെ പറയുന്നു, മറ്റുള്ളവരെ ക്രിസ്തുവിനെ അറിയിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമാണെന്ന് അവൾ പറഞ്ഞു വയ്ക്കുക. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, മിഷണറിമാർ സുവിശേഷത്തിൻ്റെ സന്തോഷം പ്രസരിപ്പിക്കണം. അവർ സന്തോഷമുള്ള വ്യക്തിയായിരിക്കും. ജീവിതത്തിലൂടെ അനുദിന ജീവിതത്തിൽ നമ്മൾ സന്തോഷകരമായിട്ട് ഇടപെടുമ്പോൾ അതൊരു മിഷണറി പ്രവർത്തനമാക്കാൻ സാധിക്കുമെന്ന് പുണ്യവതി നമ്മളെ പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മിഷണറിമാരെക്കുറിച്ചുള്ള 5 തലങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഇതെങ്ങനെയാണ് ആത്മീയതയെയും മനഃശാസ്ത്ര തലങ്ങളെയും സാമൂഹിക തലങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുള്ളത് നമുക്ക് ചെറുതായിട്ട് നോക്കാം. വിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ട് എന്ന ആശയം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും തങ്ങളുടെ ദൗത്യം സ്വീകരിക്കാൻ കൊച്ചുരേസ്യയുടെ ഉൾക്കാഴ്ചകൾ വിശ്വാസികളെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. ചെറിയ സ്നേഹപ്രവൃത്തികളെയും പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള കൊച്ചുരേസ്യയുടെ വീക്ഷണം വ്യക്തികളെ അവരുടെ അനുദിന ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുവാനായിട്ട് പ്രചോദിപ്പിക്കും. പ്രതിരോധശേഷിയും കൂട്ടായ്മയും വളർത്തുവാനായിട്ട് ഇത് ഉപകാരപ്പെടുത്തുന്നു. മൂന്നാമതായിട്ട് സാമൂഹ്യ തലം. സഹാനുഭൂതിയിലും സന്തോഷത്തിലും കൊച്ചുരേസ്യ നൽകിയ ഊന്നൽ സമൂഹങ്ങൾ മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എങ്ങനെയെന്നതിനെ സ്വാധീനിക്കുന്നു. സുവിശേഷവൽക്കരണത്തിന് കൂടുതൽ സ്നേഹവും പിന്തുണയും നൽകുന്ന ഒരു അന്തരീക്ഷം ഇത് പ്രോത്സാഹിപ്പിച്ചെടുക്കുന്നു. സ്നേഹമുള്ളവരെ, പുണ്യവതിയുടെ മിഷണറിമാരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മൾ കണ്ടത്. ഈ അവസരത്തിൽ നമുക്ക് നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മോട് തന്നെ നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ അനുദിന ജീവിതത്തിൽ മിഷണറി സ്പിരിറ്റ് എനിക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക? രണ്ടാമതായിട്ട്, പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും എനിക്ക് മിഷണറിമാരെ ഏതെല്ലാം വിധങ്ങളിൽ പിന്തുണയ്ക്കുവാനായിട്ട് സാധിക്കും? മൂന്നാമതായിട്ട്, വിശ്വാസം പങ്കുവയ്ക്കുക എന്ന മഹത്തായ ദൗത്യത്തിന് സംഭാവന നൽകുന്നത് ഏത് ചെറിയ ദയാപ്രവർത്തികളാണ് എനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അതിലൂടെ എനിക്ക് ഉയരുവാനായിട്ട് സാധിക്കുക? പ്രിയമുള്ളവരെ, ഈ ചോദ്യങ്ങൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. നല്ലൊരു മിഷണറി സ്പിരിറ്റ് സ്വന്തമാക്കുവാനായിട്ട്, മിഷണറിമാർക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഈ നിമിഷം ഒന്ന് ചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുവനസുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുരേസ്യയെ ഞങ്ങളെ നീ ദയോടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. നല്ലൊരു മിഷണറി സ്പിരിറ്റ് സ്വന്തമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ, സഹായിക്കണമേ എന്ന്. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ശാന്തമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്.
നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസ്യുവിലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. മിഷണറിമാരും മധ്യസ്ഥയായിട്ടാണല്ലോ അവൾ അറിയപ്പെടുക. ഈശോ, നീ നൽകിയ കരുത്താണ്, നീ നൽകിയ പ്രേരണയാണ്, നിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് അവളുടെ ജീവിതത്തിൽ ഒപ്പിയെടുത്തത്. ഈശോയെ, ഒരു നല്ല മിഷണറി സ്പിരിറ്റ് ഞങ്ങൾക്ക് നീ നൽകണമേ. മിഷണറിമാർ ഏറെ സ്നേഹിച്ച, അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുറാണി, നിൻ്റെ ആ സ്പിരിറ്റ് ഞങ്ങളിൽ നീ വർദ്ധിപ്പിച്ച് തരണമേ. മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും ത്യാഗത്തോടും കൂടി ഏറ്റെടുത്ത് ആ സഹനങ്ങളൊക്കെ മിഷണറിമാർക്ക് വേണ്ടി സമർപ്പിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം ദൂരങ്ങളിലേക്ക് പോകാൻ സാധിക്കുമെന്ന് നീ പറഞ്ഞതുപോലെ എത്രയും അകലെയുള്ളവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഏറ്റെടുക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരും നീ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ ഈശോയുടെ നീ മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിൽ ഈശോദൻ